1 മുതൽ 6 വരെ പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് ഇന്ന് ശിക്ഷ വിധിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ കഴിഞ്ഞ് ആദ്യം പുറത്തിറങ്ങുക അത് 1-ാം പ്രതിയായ പൾസർ സുനിയായിരിക്കും. 12 വർഷവും 5 മാസവും കഴിഞ്ഞാൽ പൾസർ സുനി എന്ന 1-ാം പ്രതി പുറത്തിറങ്ങും. ഇതുവരെ അനുഭവിച്ച ശിക്ഷാ കാലയളവ് കുറയ്ക്കും. അതുകൊണ്ടാണ് പൾസർ സുനി ആദ്യം പുറത്തിറങ്ങുക. റിയ ബേബി കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, 1-ാം പ്രതി ആദ്യം പുറത്തിറങ്ങും എന്നുള്ള കൗതുകം കൂടി നമ്മുടെ മുന്നിലേക്ക്. അതെ ആര്യ, വിചാരണ തടവുകാലം ശിക്ഷാ കാലയളവായി കണക്കാക്കിക്കൊണ്ടാണ് കോടതി 20 വർഷം കഠിന തടവ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷയായി വിധിച്ചിട്ടുണ്ടെങ്കിലും പൾസർ സുനി ഇതുവരെ 7 വർഷവും 6 മാസവും 29 ദിവസവും ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 12 വർഷവും 5 മാസവും കഴിഞ്ഞാൽ പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. 6 പ്രതികളിൽ ഏറ്റവും ആദ്യം ജയിലിൽ നിന്ന് വരിക ഈ കുറ്റകൃത്യം ചെയ്ത പൾസർ സുനിയാണ് എന്നതുകൂടി അവിടെ എടുത്തു പറയേണ്ടതുണ്ട്. 2-ാം പ്രതി മാർട്ടിൻ ആന്റണി 5 വർഷവും 21 ദിവസവും ഇതുവരെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 14 വർഷവും 11 ദിവസവും ഏതാനും ദിവസങ്ങൾ കൂടി ജയിലിൽ കിടന്നാൽ മാർട്ടിനും പുറത്തേക്ക് വരാൻ കഴിയും. 3-ാം പ്രതിയായ മണികണ്ഠൻ ബി 4 വർഷവും 8 മാസവും 27 ദിവസവുമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി 15 വർഷവും 3 മാസവും ജയിലിൽ കിടന്നാൽ മതി. വിജീഷ് വി പി എന്ന പ്രതി 5 വർഷവും 1 മാസവും 15 ദിവസവുമാണ് ഇതുവരെ ജയിലിൽ കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 14 വർഷവും 11 മാസവും കഴിഞ്ഞാൽ വിജീഷ് വി പിക്കും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും. വടിവാൾ സലീമാണ് ഏറ്റവും കൂടുതൽ വർഷം ഈ കേസിൽ ഇനി ജയിലിൽ കിടക്കേണ്ടത്. 18 വർഷവും 1 മാസവും ജയിലിൽ കിടക്കണം. ഇതുവരെ 1 വർഷവും 11 മാസവുമാണ് ശിക്ഷാ കാലയളവായി ഈ വിചാരണ കാലയളവിൽ വടിവാൾ സലീം ജയിലിൽ കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളിൽ ഏറ്റവും കൂടുതൽ നാൾ ഇനി ജയിലിൽ കിടക്കേണ്ടത് വടിവാൾ സലീമാണ്. ഏറ്റവും അവസാനത്തെ പ്രതിയായ 6-ാം പ്രതിയായ പ്രദീപ് 16 വർഷവും 8 മാസവുമാണ് ഇനി ജയിലിൽ കിടക്കേണ്ടത്. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.